സീതാദേവി ഭൂമിദേവിയോടൊപ്പം അന്തർധാനം ചെയ്തു. ആ ദുഃഖത്തിൽ കഴിയുകയായിരുന്നു ശ്രീരാമചന്ദ്രൻ. അവയൊന്നും പുറത്ത് കാട്ടാതെ പ്രജാക്ഷേമ തൽപരനായി വാണു അദ്ദേഹം. ആ വേള യമദേവൻ ഒരു മുനിയുടെ രൂപത്തിൽ അയോധ്യയിൽ എത്തി. ആ നിമിഷം കവാടത്തിൽ കാവലായി നിന്നത് രാമസോദരനാകുന്ന സാക്ഷാൽ ലക്ഷ്മണൻ ആയിരുന്നു. മുനിയെ കണ്ട് സാഷ്ടാംഗം നമസ്കരിച്ച ലക്ഷ്മണനോട് മുനി പറഞ്ഞു, സുമിത്രാനന്ദ, ഗൗരവമേറിയ കുറെ കാര്യങ്ങൾ മഹാരാജാവിനോട് പറയുവാനുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ വരവ് അങ്ങ് രാജാവിനെ അറിയിച്ചാലും. മുനി പറഞ്ഞ പ്രകാരം ലക്ഷ്മണൻ രാമചന്ദ്രന്റെ അടുത്തേക്ക് ചെന്ന് സംഭവങ്ങൾ വിശദമാക്കി. അത് കേട്ട ഉടനെ തന്നെ രാമചന്ദ്രൻ അദ്ദേഹത്തെ അകത്തേക്ക് ആനയിക്കുവാൻ ആവശ്യപ്പെട്ടു. ജ്യേഷ്ഠൻ പറഞ്ഞ മാത്രയിൽ തന്നെ ലക്ഷ്മണൻ അതുപോലെ തന്നെ ചെയ്തു. രാമരാജാവ് മുനിയെ കണ്ട മാത്രയിൽ തന്നെ വലിയ വിനയത്തോടു കൂടി നമസ്കരിച്ചു. എന്നിട്ട് ആരാഞ്ഞു, അങ്ങ് ആരാകുന്നു? എവിടെ നിന്നും വരുന്നു? രാമന്റെ വാക്കുകൾക്ക് മറുപടിയായി താപസൻ പറഞ്ഞു, പറയാം പ്രഭോ, അങ്ങയോട് എനിക്ക് പറയുവാനുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാകുന്നു. എന്നാൽ ഒരു നിബന്ധന ഉണ്ട്. നാം തമ്മിൽ സംസാരിക്കുന്നത് യാതൊരാളും ആ സംസാരം കേൾക്കുവാൻ പാടില്ല. അഥവാ കേട്ടാൽ ആ ആളെ വധിക്കേണ്ടതായി വരും. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട് രാമചന്ദ്രൻ ഞെട്ടി. അത് കണ്ട മുനി അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ പറയാൻ പോകുന്നത് അത്യധികം ഗൗരവകരമായ കാര്യമാകുന്നു. അതുകൊണ്ട് തന്നെയാകുന്നു അങ്ങനെ പറഞ്ഞത്. അത് കേട്ട മാത്രയിൽ തന്നെ രാമചന്ദ്രൻ ലക്ഷ്മണനോട് നിർദ്ദേശം നൽകി. അല്പസമയത്തേക്ക് മുറിക്കുള്ളിലേക്ക് ആരെയും പ്രവേശിപ്പിക്കുവാൻ പാടില്ല. ലക്ഷ്മണൻ അതേ പ്രകാരം തന്നെ ചെയ്യുകയും ചെയ്തു. ലക്ഷ്മണൻ ആയുധപാണിയായി കാവൽ നിൽക്കുന്ന മന്ത്രശാലയ്ക്ക് ഉള്ളിലിരുന്നു കൊണ്ട് രാമചന്ദ്രൻ ആരാഞ്ഞു മുനിയോട്, അങ്ങ് ആരാകുന്നു? രാമചന്ദ്രന്റെ ചോദ്യം കേട്ടുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് മുനി പറഞ്ഞു, മഹാപ്രഭു, ഞാൻ ഒന്നും പറയാതെ തന്നെ അങ്ങയ്ക്കെല്ലാം അറിയാമല്ലോ. എന്നെ ബ്രഹ്മദേവൻ പറഞ്ഞയച്ചതാകുന്നു. രാവണ നിഗ്രഹം എന്ന ലക്ഷ്യത്തോടു കൂടിയാകുന്നു അങ്ങ് അവതരിച്ചത്. അത് പൂർത്തീകരിച്ചു. അങ്ങെന്നെ തിരികെ വൈകുണ്ഠത്തിലേക്ക് മടങ്ങി വന്നുകൂടെ? അങ്ങയെക്കാത്ത് ദേവഗണങ്ങൾ വൈകുണ്ഠത്തിൽ ഇരിക്കുന്നു എന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു യമദേവൻ. യമദേവൻ പറഞ്ഞ വാക്കുകൾ കേട്ട രാമചന്ദ്രൻ പുഞ്ചിരിച്ചുകൊണ്ട് താനും അതിനു തന്നെയാണ് ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നു. ഞാൻ ഉടനെ തന്നെ തിരികെ വരുന്നതാകുമെന്ന് അങ്ങ് ബ്രഹ്മദേവനോട് പറഞ്ഞാലുമെന്ന് യമരാജനോട് രാമചന്ദ്രൻ വളരെ വിനയത്തോടു കൂടി പറഞ്ഞു. അങ്ങനെ ഇരുവരും സംസാരിച്ചു കൊണ്ടിരിക്കവേ പുറത്ത് ഉഗ്രകോപിയാകുന്ന ദുർവാസാവ് മഹർഷി എഴുന്നള്ളുന്നു. മന്ത്രശാലയ്ക്ക് മുൻപിൽ കാവൽ നിൽക്കുന്ന ലക്ഷ്മണൻ ആ കാഴ്ച കണ്ടൊന്ന് നടുങ്ങി. എന്നിരുന്നാലും അത് പ്രകടമാക്കാതെ ലക്ഷ്മണൻ മഹർഷിയെ വരവേറ്റു. ശേഷം അദ്ദേഹം രാമനെ കാണണമെന്ന ആശയം അറിയിക്കുന്നു. എന്നാൽ ലക്ഷ്മണൻ മുനിയോട് ഇപ്രകാരം പറയുന്നു, ബ്രാഹ്മണ ശ്രേഷ്ഠ, അങ്ങ് അല്പസമയം കാത്തിരുന്നാലും. ജ്യേഷ്ഠനകത്ത് തിരക്കിട്ട ചർച്ചയിൽ ആകുന്നു. ദയവായി അങ്ങ് കാത്തിരുന്നാലും. ലക്ഷ്മണൻ ഇങ്ങനെ പറഞ്ഞത് മഹർഷിക്ക് ഒട്ടും തന്നെ ഇഷ്ടമായില്ല. എന്നു മാത്രമല്ല, കോപിഷ്ഠനായ മുനി ലക്ഷ്മണവാക്യം കേൾക്കാതെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ തുനിയുന്നു. അത് കണ്ടുകൊണ്ട് ലക്ഷ്മണൻ മഹർഷിയെ തടഞ്ഞു നിർത്തുവാൻ ശ്രമിച്ചുവെങ്കിലും മഹർഷിയുടെ കോപത്തെ ഭയന്ന് അയോധ്യയെ ഓർത്ത്, ഏട്ടനെ ഓർത്ത് ആ അനുജൻ സ്വയം മരണം വരിക്കുവാനായി മന്ത്രശാലയിലേക്ക് പുറപ്പെട്ടു. മന്ത്രശാലയിലേക്ക് ലക്ഷ്മണൻ പ്രവേശിച്ചത് കണ്ട് രാമൻ നടുങ്ങി. യമദേവനെ നോക്കി രാമൻ. യമദേവനാവട്ടെ ഒരു അർത്ഥം വെച്ചുള്ള പുഞ്ചിരിയോടെ രാമനെയും നോക്കി. അങ്ങനെ നിൽക്കുന്ന രാമനോട് ലക്ഷ്മണൻ വിവരങ്ങൾ പറഞ്ഞു. കേട്ടപാട് രാമൻ ലക്ഷ്മണനോട് ചേർന്ന് മഹർഷിയുടെ അടുക്കലേക്ക് പോവുകയും കാത്തിരിക്കുവാൻ അദ്ദേഹത്തോട് ലക്ഷ്മണൻ പറഞ്ഞതിൽ ക്ഷമയാചിക്കുകയും ചെയ്തു. ശേഷം ദുർവാസാവിനെ വേണ്ട വിധത്തിൽ ആദരിച്ച ശേഷം അദ്ദേഹത്തെ പറഞ്ഞ് അയച്ച ശേഷം രാമരാജാവ് പൊട്ടിക്കരയുവാൻ ആരംഭിച്ചു. അത് കണ്ട ലക്ഷ്മണൻ തൻ്റെ ഏട്ടനെ ആശ്വസിപ്പിക്കുകയും യമദേവൻ പറഞ്ഞത് പ്രകാരം തന്നെ അനന്തനാഗമാകുന്ന ലക്ഷ്മണൻ തൻ്റെ ത്രേതായുഗത്തിലെ ആ അവതാരം അവസാനിപ്പിക്കുകയും ചെയ്തു.